മക്കളെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന അക്കൗണ്ടൻസിയുടെ ഒരു സാമാന്യ ഒരു ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ തന്നെയാണ്. കാര്യം വെച്ചാൽ ഈ പാഠത്തിൽ നിന്ന് എന്തായാലും ഒരു 4 മാർക്ക് മുതൽ 8 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും നമ്മുടെ പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് പലതരത്തിലുള്ള ക്യാഷ് ബുക്കുകളുണ്ട്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക്, പിന്നെ പലതരത്തിലുള്ള ഡേ ബുക്കുകളുണ്ട്. പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇതിൽ നിന്ന് 1-2 ഐറ്റംസ് എങ്കിലും 100% ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ പേര് എഴുതുക. ചാപ്റ്റർ 3 റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 1. ചാപ്റ്റർ 3 റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 1. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 എന്ന് പറഞ്ഞ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ കുറേ അധികം ക്യാഷ് ബുക്കുകളാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ക്യാഷ് ബുക്കിൻ്റെ പേര് നിങ്ങളുടെ ബുക്കിലോട്ട് എഴുതി വെക്കുക. നമ്പർ 1 നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ പേര് എഴുതുക. സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. അപ്പോൾ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് എഴുതുക. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ക്യാഷ് ബുക്കിൻ്റെ പേരാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. SINGLE സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ബ്രാക്കറ്റ് വേറെ പേരും കൂടെ എഴുതുക. സിമ്പിൾ SIMPLE സിമ്പിൾ കോളം ക്യാഷ് ബുക്ക്. സിമ്പിൾ SIMPLE സിമ്പിൾ കോളം ക്യാഷ് ബുക്ക്. സിംഗിൾ അല്ലെങ്കിൽ സിമ്പിൾ കോളം ക്യാഷ് ബുക്ക്, 2 പേരിൽ ഇതിനെ അറിയപ്പെടാം. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ ക്യാഷ് ബുക്കിൻ്റെ പേരെന്തുവാണ് മക്കളെ? ഒന്നും കൂടെ പറഞ്ഞിടാം. സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. SINGLE സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ഓർ അതിൻ്റെ വേറെ പേരെന്തുവാണ്? സിമ്പിൾ SIMPLE സിമ്പിൾ കോളം ക്യാഷ് ബുക്ക്. സിമ്പിൾ SIMPLE സിമ്പിൾ കോളം ക്യാഷ് ബുക്ക്. അപ്പം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ക്യാഷ് ബുക്കിൻ്റെ പേരെന്തുവാണ്? സിംഗിൾ SINGLE സിംഗിൾ ഓർ സിമ്പിൾ കോളം SIMPLE സിമ്പിൾ കോളം ക്യാഷ് ബുക്ക്. സിംഗിൾ അല്ലെങ്കിൽ സിമ്പിൾ 2 പേര് ചോദിക്കാം. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് ചോദിക്കാം. സിമ്പിൾ SIMPLE സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് എന്നും ചോദിക്കാം. നമുക്ക് അതിൻ്റെ ഫോർമാറ്റ് ആദ്യം പഠിക്കാം. ഇടതുവശം ഡെബിറ്റും വലതുവശം ക്രെഡിറ്റും. ഇടതുവശം ഡെബിറ്റും വലതുവശം ക്രെഡിറ്റും. എന്നിട്ട് അതിൻ്റെ ഫോർമാറ്റ് ഡേറ്റ്, പർട്ടിക്കുലേഴ്സ് കൂടെ ഇത്തിരി കൂടെ വലിയ കോളം പ്രൊവൈഡ് ചെയ്യണം കേട്ടോ. ഇത്തിരി കൂടെ വലിയ കോളം പ്രൊവൈഡ് ചെയ്യണം. ഇത്തിരി ചെറുതായിപ്പോൾ ഇത്തിരി കൂടെ വലിയ കോളം പ്രൊവൈഡ് ചെയ്യണം. പർട്ടിക്കുലേഴ്സ്, പിന്നെ ചെറിയൊരു LF കോളം, പിന്നെ ഒരു എമൗണ്ട് കോളം. അതുകൊണ്ട് തന്നെ ഡേറ്റ്, വലിയൊരു പർട്ടിക്കുലേഴ്സ് കോളം, LF എമൗണ്ട്. ഇടതുവശം ഡെബിറ്റും വലതുവശം ക്രെഡിറ്റും. അപ്പം സിംഗിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിമ്പിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് എന്താ മക്കളെ? ഡേറ്റ്, വലിയൊരു പർട്ടിക്കുലേഴ്സ് കോളം, LF എമൗണ്ട്. ഡേറ്റ്, വലിയൊരു പർട്ടിക്കുലേഴ്സ് കോളം, LF എമൗണ്ട്. അപ്പോൾ ഫോർമാറ്റ് എന്ന് പറഞ്ഞേടാ. ഫോർമാറ്റ് എങ്ങനെ? ഡേറ്റ്, വലിയൊരു പർട്ടിക്കുലേഴ്സ് കോളം, LF എമൗണ്ട്. ഡേറ്റ്, വലിയൊരു പർട്ടിക്കുലേഴ്സ് കോളം, LF എമൗണ്ട്. ആ ഫോർമാറ്റ് എങ്ങനെ? ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF എമൗണ്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF എമൗണ്ട്. ഇടതുവശം ഡെബിറ്റും വലതുവശം ക്രെഡിറ്റും. അപ്പോൾ സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് ഒന്നും കൂടെ എഴുതിയുടെ പിള്ളേരെ. സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് എങ്ങനെ? ഇടതുവശം ഡെബിറ്റും വലതുവശം ക്രെഡിറ്റുമാണ്. എന്തോ എഴുതുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, LF കോളം, എമൗണ്ട് കോളം. വീണ്ടും ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, LF കോളം, എമൗണ്ട് കോളം. അപ്പോൾ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF എമൗണ്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF എമൗണ്ട്. ഇങ്ങനെയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF എമൗണ്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF എമൗണ്ട്. ഇങ്ങനെയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF എമൗണ്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF എമൗണ്ട്. ഇങ്ങനെയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്കിനി ഈ സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ കുറച്ച് കഥകൾ കൂടെ പറയാനുണ്ട്. ഈ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ കാശ് പെട്ടിയാണ്. ബിസിനസ്സിൻ്റെ കാശ് പെട്ടി എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി ഒരു 10 പൊറോട്ടയും 2 ബീഫ് ഫ്രൈയും മേടിച്ച്. അപ്പോൾ 10 പൊറോട്ടയും ബീഫ് ഫ്രൈയും മേടിച്ചിട്ട് കൗണ്ടറിൽ വരുന്നു. കൗണ്ടറിൽ നിന്ന് മുതലാളിയുടെ അടുത്ത് ചെല്ലുമ്പം മുതലാളി നമ്മുടെ അടുത്ത് പറയും 300 രൂപ. അപ്പോൾ നമ്മൾ 300 കൊടുക്കുമ്പോൾ മുതലാളി ഒരു പെട്ടി തുറക്കുന്നു. ആ പെട്ടിക്കകത്തോട്ട് കാശ് മേടിച്ചിടുന്നു. എന്നിട്ട് ബാക്കി തരുന്നു. അപ്പോൾ ആ കാശ് പെട്ടി ഉണ്ടല്ലോ, മുതലാളി തുറന്ന ആ കാശ് പെട്ടിയാണ് നമ്മുടെ ക്യാഷ് ബുക്ക്. ആ കാശ് പെട്ടിയായിട്ട് നമ്മുടെ ക്യാഷ് ബുക്കിനെ സങ്കല്പിക്കുക. അപ്പം മുതലാളിയുടെ മുൻപിലിരിക്കുന്ന ഒരു കാശ് മേടിച്ചിടുന്ന ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയാണ് നമ്മുടെ ക്യാഷ് ബുക്ക്. അപ്പോൾ ഈ ക്യാഷ് ബുക്കിൽ അല്ലെങ്കിൽ കാശ് പെട്ടിയിൽ കാശ് വരുമ്പോൾ
കാശ് വരുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്ന എങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് പഠിപ്പിക്കുന്നത്. കാശ് വരുമ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് മുതലാളിയുടെ കാശ് പെട്ടിയിൽ കാശ് വരുമ്പോൾ സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ കാശ് വരുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. കാശ് വരുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇപ്പോൾ 10 രൂപയുടെ സാധനം 10 പൊറോട്ട വിറ്റ് സെയിൽസ് കാശ് വന്നു. അപ്പുറത്തെ കടയിൽ നിന്ന് റെൻറ്റ് കിട്ടി, റെൻറ്റ് റിസീവ്ഡ്. അപ്പോൾ മുതലാളിയുടെ പോക്കറ്റിലേക്ക് അല്ലെങ്കിൽ മുതലാളിയുടെ കാശ് പെട്ടിയിലേക്ക് കാശ് വരുന്ന ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഇടതുവശത്ത് ഡെബിറ്റ് ചെയ്യരുത്. ഇനി കാശ് പോകുന്ന ട്രാൻസാക്ഷൻസ്, സാലറി കൊടുത്ത്, വേജസ് കൊടുത്ത്, റെൻറ്റ് കൊടുത്ത്, അങ്ങനെ പല രീതിയിൽ ബിസിനസ്സിൽ നിന്ന് കാശ് പോകുന്നതെല്ലാം ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. കാശ് വരികയാണെങ്കിൽ, ബിസിനസ്സിൻ്റെ കാശ് പെട്ടിയിലേക്ക് കാശ് വരികയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, ഈ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. നമ്മുടെ ബിസിനസ്സിൽ നിന്ന് കാശ് പോവുകയാണെങ്കിൽ ഈ അക്കൗണ്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. അപ്പോൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് കാശ് വരുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ഇടതുവശത്ത് എഴുതണം. കാശ് പോകുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. എവിടെ? ബിസിനസ്സിലേക്ക് കാശ് വരുമ്പോൾ, ബിസിനസ്സിൻ്റെ കാശ് പെട്ടിയിലേക്ക്, മുതലാളിയുടെ പെട്ടിയിലേക്ക് കാശ് വരുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ഈ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. മുതലാളിയുടെ പെട്ടിയിൽ നിന്നും കാശ് പോകുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ കാശ് വരുമ്പോൾ ഈ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും, കാശ് പോകുമ്പോൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ. അപ്പം സിംഗിൾ കോളം ക്യാഷ് ബുക്കിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ഇടതുവശത്ത് ഡെബിറ്റും വലതുവശത്ത് ക്രെഡിറ്റുമാണ്. ഫോർമാറ്റ് ഇങ്ങനെയായിരുന്നു. ഡേറ്റ് വലിയൊരു പർട്ടിക്കുലേഴ്സ് കോളം LF എമൗണ്ട്, വീണ്ടും ഡേറ്റ് വലിയൊരു പർട്ടിക്കുലേഴ്സ് കോളം LF എമൗണ്ട്. ഡെബിറ്റ് സൈഡിൽ എന്ന് പറയുമ്പോൾ ഇടതുവശത്ത് എഴുതുന്നത് കാശ് വരുന്നത്, ബിസിനസ്സിലേക്ക് കാശ് വരുന്നത്, പെട്ടിയിലേക്ക് കാശ് വീഴുന്നത്. ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നത് പെട്ടിയിൽ നിന്ന് കാശ് പോകുന്നത്, ബിസിനസ്സിൽ നിന്ന് കാശ് പോകുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒന്ന് ഫോർമാറ്റ് ആദ്യം ഒരു 10 സെക്കൻഡ് നമുക്കൊന്ന് വായിച്ച് നോക്കി. ഓക്കെ, വായിച്ചല്ലേ. നമുക്ക് ഇനി ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ നല്ലോണം നോക്കിയേ. അപ്പോൾ എൻ്റർ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ രേഖപ്പെടുത്താൻ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ സിമ്പിൾ ക്യാഷ് ബുക്ക് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. എൻ്റർ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ സിമ്പിൾ ക്യാഷ് ബുക്ക്, SIMPLE സിമ്പിൾ ക്യാഷ് ബുക്ക് എന്നാണ് ഫോർ നവംബർ 2014. അപ്പോൾ എൻ്റർ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുക താഴെ പറയുന്ന ട്രാൻസാക്ഷൻസ്. എൻ്റർ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ ഏത് ക്യാഷ് ബുക്കിലാണ്? സിമ്പിൾ SIMPLE സിമ്പിൾ ക്യാഷ് ബുക്ക് എന്ന് ഫോർ നവംബർ 2014. അപ്പോൾ നവംബർ 2014 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എൻ്റർ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ ഏത് ക്യാഷ് ബുക്ക് അണ്ടർലൈൻ ചെയ്ത്? സിമ്പിൾ ക്യാഷ് ബുക്ക്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. അപ്പോൾ നമ്മൾ ആദ്യം ക്യാഷ് ബുക്ക് ഒന്ന് ഹെഡിങ് കൊടുക്കുന്നു, എന്നിട്ട് നമ്മുടെ ഫോർമാറ്റ് എഴുതുന്നു. ഡേറ്റ് ഇവർ റെസിപ്റ്റ് എന്ന് എഴുതി, നിങ്ങൾ പർട്ടിക്കുലേഴ്സ് എഴുതിയാൽ മതി. ഡേറ്റ് പർട്ടിക്കുലേഴ്സ് LF എമൗണ്ട്, ഡേറ്റ് പർട്ടിക്കുലേഴ്സ് LF എമൗണ്ട്. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്ക് ഒന്ന് ഹെഡിങ് കൊടുക്കുന്നു, എന്നിട്ട് എഴുതുന്നു സിമ്പിൾ കോളം അല്ലെങ്കിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് എഴുതുന്നു. ഒരു ഡേറ്റ് കോളം, നല്ല ഇത്തിരി ഇപ്പം വലുപ്പമുള്ള റെസിപ്റ്റ് കോളം, ഡേറ്റ്, റെസിപ്റ്റ്സ്, ഒരു ചെറിയ LF കോളം, എമൗണ്ട്, പിന്നെ ഡേറ്റ്, പേയ്മെൻറ്റ്, LF എമൗണ്ട്. ഇവരിങ്ങനെ റെസിപ്റ്റും പേയ്മെൻറ്റും ഒക്കെ എഴുതിയേക്കുന്നില്ലേ? നമ്മൾ അങ്ങനെയൊന്നും എഴുതണ്ട. ഡേറ്റ് പർട്ടിക്കുലേഴ്സ് LF എമൗണ്ട്, ഡേറ്റ്
പർട്ടിക്കുലേഴ്സ് LF എമൗണ്ട്. അപ്പോൾ നമ്മൾ സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് ആദ്യം അങ്ങ് എഴുതിയിടണം. അവർ ചോദിച്ചിരിക്കുന്ന സിംഗിൾ കോളം ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഫോർമാറ്റ് എഴുതുന്നു. ഒരു അക്കൗണ്ട് സ്കെയിലും പെൻസിലും വെച്ച് മാത്രമേ അക്കൗണ്ട് വരയ്ക്കാവുള്ളൂ, അല്ലെങ്കിൽ നീയൊക്കെ തോറ്റു പോകും. സ്കെയിലും പെൻസിലും വെച്ച് മാത്രമേ അക്കൗണ്ട് വരയ്ക്കാവുള്ളൂ. ഇതേ കണക്ക് വൃത്തിയായിട്ട് തന്നെ അക്കൗണ്ട് വരയ്ക്കണം. ഇടതുവശം ഡെബിറ്റും വലതുവശം ക്രെഡിറ്റും. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ് LF എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ് LF എമൗണ്ട്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് കാശ് ബിസിനസ്സിലേക്ക് വരുന്ന ട്രാൻസാക്ഷനെ ടിക്ക് ഇടുക. കാശ് ബിസിനസ്സിലേക്ക് വരുന്ന ട്രാൻസാക്ഷനെ ടിക്ക് ഇടുക. ബിസിനസ്സിൽ നിന്ന് പോകുന്ന ട്രാൻസാക്ഷനെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ കാശ് വരുന്ന ടിക്ക് ഇടുക, പോകുന്നതിനെ ഒന്നും ചെയ്യണ്ട. ആദ്യം നമുക്ക് നോക്കാം ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ പെട്ടിയിൽ ഓൾറെഡി ഉള്ള കാശാണ്. ബിസിനസ്സിൻ്റെ പെട്ടിയിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കച്ചവടം ചെയ്ത് 10,000 രൂപ ഉണ്ടായിരുന്നു. അത് 9,000 രൂപ നമ്മൾ ഇനി എടുത്ത് 1000 രൂപ പെട്ടിയിലിട്ടേക്കുമല്ലോ. ആ 1000 രൂപയാണ് നമ്മുടെ കയ്യിലുള്ള കാശ്, ക്യാഷ് ഇൻ ഹാൻഡ്. അതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബിസിനസ്സിൽ കയ്യിലുണ്ടായിരുന്ന കാശാണ്. അപ്പോൾ അത് ടിക്ക് ഇടുക. കാര്യം നമ്മുടെ ബിസിനസ്സിൽ കിടക്കുന്ന കാശാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതാണ് ക്യാഷ് ഇൻ ഹാൻഡ്. അത് അപ്പം ടിക്ക് ഇടുക. ഇനി അടുത്തത് പെയ്ഡ് ടു സോമു. പെയ്ഡ് ടു സോമു. പെയ്ഡ് എന്ന് പറയുമ്പോൾ എന്തുവാണ്? കാശ് വരികയാണോ പോവുകയാണോ? പെയ്ഡ് എന്ന് പറഞ്ഞാൽ കാശ് പോവുകയാണ്, പെയ്ഡ്. അപ്പം പെയ്ഡ് എന്ന് പറഞ്ഞാൽ കാശ് പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട, ടിക്കൊന്നും ഇടേണ്ട, അതിനെ അങ്ങ് വിട്ടേക്കുക. അടുത്ത പർച്ചേസ്ഡ് ഗുഡ്സ്. ഗുഡ്സ് വാങ്ങി. ഗുഡ്സ് വാങ്ങി എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് ഗുഡ്സ് വാങ്ങി. നമ്മുടെ ബിസിനസ്സിലേക്ക് ഗുഡ്സ് വാങ്ങി എന്ന് പറയുമ്പോൾ ബിസിനസ്സിലേക്ക് ഗുഡ്സ് വാങ്ങി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇപ്പം എൻ്റെ ഒരു ഹോട്ടൽ ബിസിനസ്സാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഹോട്ടലിലേക്ക് സാധനം വാങ്ങി, ഇറച്ചി വാങ്ങി, പലചരക്ക് വാങ്ങി. അതിനെ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പർച്ചേസ് ചെയ്താലും എൻ്റെ പെട്ടിയിൽ നിന്ന് കാശ് പോവുകയാണ്. അപ്പോൾ കാശ് പോകുന്നത് കൊണ്ട് ആ ട്രാൻസാക്ഷൻ ഒന്നും ചെയ്യേണ്ട, അതിന് ടിക്കൊന്നും ഇടേണ്ട, വെറുതെ വിട്ടേക്കുക. അപ്പോൾ കാശ് വരുന്ന ട്രാൻസാക്ഷൻസ് മാത്രം ടിക്ക് ഇടുക. അപ്പോൾ ആദ്യത്തെ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുമ്പോൾ ഇന്നലെ തന്നെ വന്നിരിക്കുന്ന കാശാണ്. അത് ഇന്നലെ വന്ന കാശാണ്. അത് നമ്മുടെ പെട്ടി കിടപ്പുണ്ട്, അത് കാശ് വന്നതാണ്, ടിക്ക് ഇട്ട് ക്യാഷ് ഇൻ ഹാൻഡ്. അടുത്ത പെയ്ഡ് ടു സോമു എന്ന് പറഞ്ഞാൽ കാശ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പെയ്ഡ് എന്ന് എന്ത് പറഞ്ഞാലും കാശ് പോയി, അപ്പോൾ അതിനൊന്നും ചെയ്യണ്ട. അടുത്ത പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ കടയിലേക്ക്, എൻ്റെ ഹോട്ടലിലേക്ക് ഞാൻ സാധനങ്ങൾ വാങ്ങി പാചകം ചെയ്യാൻ. അപ്പം പൈസ കൊടുത്താണ് വാങ്ങുന്നത്. അപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് കാശ് പോയി. പർച്ചേസ് ചെയ്തു, സാധനം വാങ്ങിയപ്പോൾ കാശ് പോയി. അപ്പോൾ കാശ് പോയതുകൊണ്ട് ഒന്നും ചെയ്യണ്ട. അടുത്ത റിസീവ്ഡ് ക്യാഷ് ഫ്രം പ്രദീപ്. റിസീവ്ഡ് ക്യാഷ് ഫ്രം പ്രദീപ്. പ്രദീപിൻ്റെ കയ്യിൽ നിന്നും കാശ് കിട്ടി. റിസീവ്ഡ് ക്യാഷ് ഫ്രം പ്രദീപ്. പ്രദീപിൻ്റെ ഇന്ന് കാശ് കിട്ടി. അപ്പോൾ പ്രദീപിൻ്റെ കയ്യിൽ നിന്നും കാശ് കിട്ടുകയാണെങ്കിൽ റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ കാശ് വന്നു. റിസീവ്ഡ് എന്ന് എന്ത് പറഞ്ഞാലും എന്തുവാണ്? കാശ് വന്നു. അപ്പോൾ ടിക്ക് ഇടുക. റിസീവ്ഡ് ക്യാഷ് ഫ്രം പ്രദീപ് എന്ന് പറഞ്ഞാൽ പ്രദീപിൻ്റെ കയ്യിൽ നിന്നും കാശ് കിട്ടി. റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ കാശ് വന്നു. അപ്പോൾ കാശ് വന്നതുകൊണ്ട്, പെട്ടിയിലേക്ക് കാശ് വന്നതുകൊണ്ട് ടിക്ക് ഇട്ടു. ഇനി അടുത്ത ക്യാഷ് സെയിൽസ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കടയിൽ നിന്ന് ചിക്കൻ ബിരിയാണി ഞാൻ ആൾക്കാർക്ക് കൊടുത്തു, വിറ്റു. അതിനെയാണ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ചിക്കൻ ബിരിയാണി വിൽക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? കാശ് കിട്ടും. ക്യാഷ് സെയിൽസ്. അപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലേക്ക്, പെട്ടിയിലേക്ക് കാശ് വരികയാണ്. അതുകൊണ്ട് ടിക്ക് ഇടുക. കാശ് വന്നു, ടിക്ക് ഇട്ടു. ഇനി പെയ്ഡ് ടു കുമാർ. എന്ത് പെയ്ഡ് എന്ന് പറഞ്ഞാലും കാശ് പോവുകയാണ്. കുമാറിന് കാശ് കൊടുത്തു, അതുകൊണ്ട് അതിനെ അങ്ങ് വിട്ടേക്കുക, ടിക്കൊന്നും ഇടണ്ട. അടുത്ത പെയ്ഡ് റെൻറ്റ്. എന്തോ പേ ചെയ്ത്? റെൻറ്റ് കൊടുത്തു. എൻ്റെ കടയ്ക്ക് റെൻറ്റ് കൊടുത്തെങ്കിൽ കാശ് പോവുകയാണ്, ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഇനി നോക്കി എത്ര ടിക്കുണ്ട്? 3 ടിക്കുണ്ട് ഇല്ലേ? ആ 3 ടിക്കും കാശ് വന്നതാണ്. ആ 3 ടിക്കിനെ പിടിച്ച് ഈ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. 3 ടിക്കും എന്തു തന്നെയാണ്? കാശ് വന്ന ട്രാൻസാക്ഷൻസ് ആണ്. ക്യാഷ് വരുമ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് വരുമ്പോൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഈ 3 ടിക്കും എന്ന് പറയുമ്പോൾ ടിക്കിട്ടതെല്ലാം കാശ് വന്നതാണ്. അതുകൊണ്ട് 3 ടിക്കിനെ പിടിച്ച് ഡെബിറ്റ് ചെയ്യുന്നു. 3 ടിക്കിനെയും പിടിച്ച് എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. കാര്യം ടിക്കിട്ടതെല്ലാം കാശ് വരുന്നതാണ്. അപ്പോൾ ടിക്കിട്ട് കാശ് വരുന്നത് കൊണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ടിക്കിടുന്നതെല്ലാം എന്തുകൊണ്ട്? കാശ് വരുന്ന ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ ടിക്കിട്ട 3 എടുത്ത് ആദ്യം ഡെബിറ്റ് ചെയ്യണം. നമുക്ക് ഡെബിറ്റ് ചെയ്യാം. ആദ്യം ക്യാഷ് ഇൻ ഹാൻഡ് ആണ്, ഇന്നലത്തെ കാശാണ്. ഇന്നലത്തെ കാശിനെ സൂചിപ്പിക്കുന്നത് ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞാണ്. ബാലൻസ് ബ്രോഡ് ഡൗൺ 7,750 രൂപയാണ് ബാലൻസ് ബ്രോഡ് ഡൗൺ. ഇന്നലത്തെ കാശാണ്. അതിന് എന്ത് പറഞ്ഞാണ് സൂചിപ്പിക്കാൻ? ബാലൻസ് ബ്രോഡ് ഡൗൺ 7,750. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ അടുത്ത ടിക്ക് റിസീവ്ഡ് ക്യാഷ് ഫ്രം പ്രദീപാണ്. പ്രദീപിൻ്റെ നിന്ന് കാശ് കിട്ടി.
അപ്പോൾ അവിടെ നമ്മൾ ആളുടെ പേര് മാത്രം സൂചിപ്പിക്കുക, അല്ലെ റിസീവ്ഡ് ക്യാഷ് ഫ്രം പ്രദീപ് എന്ന് അക്കൗണ്ടിൽ കാണിക്കത്തില്ല. ആരുടെ നിന്നാണ് കാശ് കിട്ടിയത്? പ്രദീപിൻ്റെ നിന്നാണ്. അതുകൊണ്ട് പ്രദീപ് എന്ന് പറഞ്ഞ് 960 രൂപ ഡെബിറ്റ് ചെയ്തു. 960 രൂപ ഡെബിറ്റ് ചെയ്തു. ഇനി അടുത്തതാണ് ക്യാഷ് സെയിൽസ്. അടുത്ത ടിക്കറ്റ് സെയിൽസ് ആണ്. അപ്പോൾ ക്യാഷ് സെയിൽസ് എന്ന് എഴുതത്തില്ല, സെയിൽസ് എന്ന് മാത്രം എഴുതി നമ്മൾ ടിക്കറ്റ് അതുകൊണ്ട് ഡെബിറ്റ് എഴുതും. സെയിൽസ് എന്ന് മാത്രം പറഞ്ഞ് ഡെബിറ്റ് എഴുതുന്നു. സെയിൽസ് 500 രൂപ. അപ്പോൾ ടിക്ക് 3 നമ്മൾ കാശ് വന്നതാണ്, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. ടിക്ക് ഇട്ടിരിക്കുന്നതെല്ലാം കാശ് വരുന്നതാണ്, ഡെബിറ്റ് ചെയ്തു. ഇനി ടിക്ക് വീഴാത്ത കുറേ സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം കാശ് പോയതാണ്. ടിക്ക് ഇടാത്തതിനെ എല്ലാം പിടിച്ച് ക്രെഡിറ്റ് എഴുതുക. ടിക്ക് ഇടാത്ത എല്ലാത്തിനെയും പിടിച്ച് ക്രെഡിറ്റ് എഴുതുക. ആദ്യം പേടിച്ച് സോമു, അപ്പോൾ സോമു എന്ന് മാത്രമേ എഴുതത്തുള്ളൂ. സോമു എന്ന് പറഞ്ഞ് 45 ക്രെഡിറ്റ് ചെയ്തു. അടുത്ത പർച്ചേസ്ഡ് ഗുഡ്സ്. അപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ആ പേര് ടെക്നിക്കൽ ടൈം മാത്രമേ എഴുതത്തുള്ളൂ. പർച്ചേസസ് അല്ലെങ്കിൽ പർച്ചേസ്ഡ് അല്ലെങ്കിൽ പർച്ചേസസ് എന്ന് പറഞ്ഞ് 600 രൂപ ക്രെഡിറ്റ് എഴുതി. അടുത്തതെന്ന് പറയുമ്പോൾ പെയ്ഡ് ടു കുമാറാണ്, ടിക്ക് ഇടാത്തത് പെയ്ഡ് ടു കുമാർ. കുമാർ എന്ന് പറഞ്ഞ് 1200 രൂപ ക്രെഡിറ്റ് എഴുതി. അടുത്ത പെയ്ഡ് റെൻ്റാണ്, അവിടുത്തെ ടെക്നിക്കൽ ടൈം റെൻറ്റിന് വേണ്ടിയാണ് പൈസ കൊടുത്തത്, അതുകൊണ്ട് റെൻ്റ് എന്ന് പറഞ്ഞ് 600 രൂപ ക്രെഡിറ്റ് എഴുതി. അപ്പോൾ ടിക്ക് ഇട്ടതെല്ലാം ഡെബിറ്റ് എഴുതി, ടിക്ക് ഇടാത്തതെല്ലാം ക്രെഡിറ്റ് എഴുതി. എന്നിട്ട് കൂട്ടി നോക്കണം. ഡെബിറ്റ് കൂട്ടുമ്പോൾ 9210 കിട്ടി. ക്രെഡിറ്റ് കൂട്ടിയപ്പോൾ 2445 കിട്ടി. അപ്പോൾ ഡെബിറ്റ് കൂട്ടിയപ്പോൾ 9210 കിട്ടി. 7750 960 500 കൂടെ കൂട്ടിയപ്പോൾ 9210 കിട്ടി. ക്രെഡിറ്റ് കൂട്ടിയപ്പോൾ 45ഉം 600ഉം 1200ഉം 600ഉം കൂടെ കൂട്ടിയപ്പോൾ 2445. അപ്പോൾ ഏതാണ് വലുത്? 9210 ആണോ 2445 ആണോ? 9210 ആണ് അല്ലേ. അപ്പോൾ വലുതെടുത്ത് ഡെബിറ്റിലും എഴുതി ക്രെഡിറ്റിലും എഴുതി. വലുതെടുത്ത് ഡെബിറ്റിൻ്റെ ടോട്ടലിലും എഴുതണം, ക്രെഡിറ്റിൻ്റെ ടോട്ടലിലും എഴുതണം. ടോട്ടലിനകത്ത് എഴുതണം. 9210 എടുത്ത് 2 എടുത്ത് എഴുതി. എന്നിട്ട് ഈ വലുതെടുത്ത് അപ്പുറം ഇപ്പുറം എഴുതിയിട്ട് വലുതിൽ നിന്നും ചെറുത് എത്രയാണ്? 2445 കുറയ്ക്കണം. 9210 നിന്നും വലുതെടുത്ത് അപ്പുറം ഇപ്പുറം എഴുതിയിട്ട് ഈ വലുതിൽ നിന്നും ചെറുത് 2445 കുറയ്ക്കണം. 9210 നിന്നും 2445 കുറയ്ക്കുമ്പോൾ എത്ര രൂപ കിട്ടും? 6765 രൂപ ക്രെഡിറ്റിൽ കിട്ടും. ക്രെഡിറ്റ് സൈഡിലാണ് ചെറുത്, അതുകൊണ്ട് അവിടെ വേണം ബാലൻസ് എഴുതാൻ. അപ്പോൾ വലുത് 9210 ഡെബിറ്റിലാണ്. അപ്പോൾ വലുതെടുത്ത് അപ്പുറം ഇപ്പുറം എഴുതണം. വലുതെടുത്ത് ഡെബിറ്റിലും എഴുതണം, ക്രെഡിറ്റിലും എഴുതണം. 9210 ഡെബിറ്റിലും ക്രെഡിറ്റിലും എഴുതിയിട്ട് വലുതെടുത്ത് അപ്പുറം ഇപ്പുറം എഴുതിയിട്ട് വലുതിൽ നിന്ന് ഈ ചെറുതായ ക്രെഡിറ്റിൽ കിടക്കുന്ന ചെറുതായ 2445 കുറച്ച് ബാക്കി 6795 രൂപ 6765 രൂപ മുകളിൽ എഴുതുന്നു. ഇതിനെയാണെന്ന് വിളിക്കുന്നത് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് വിളിക്കുന്നത്. ഇതോടെ നമ്മുടെ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് കഴിഞ്ഞിരിക്കുന്നു. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ കാശ് വരുന്നത് ഡെബിറ്റ് ചെയ്യും, കാശ് പോകുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ കാശ് വരുന്ന ട്രാൻസാക്ഷൻസ് ടിക്ക് ഇടുക, കാശ് വരുന്ന ട്രാൻസാക്ഷൻസ് ടിക്ക് ഇടുക, കാശ് പോകുന്ന ട്രാൻസാക്ഷനെ ഒന്നും ചെയ്യണ്ട. എന്നിട്ട് ക്യാഷ് ബുക്ക് എഴുതിയിട്ട് ടിക്ക് ഇട്ടതിനെല്ലാം ഡെബിറ്റ് എഴുതുക, ടിക്ക് ഇടാത്തതിനെല്ലാം ക്രെഡിറ്റ് എഴുതുക. എന്നിട്ട് ബാലൻസ് ചെയ്യുക. ആ ബാലൻസ് ഫിഗറിനെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്നു.